ആർ ചന്ദ്രശേഖരൻ മാത്രം എങ്ങനെയാണ് ഇതിനകത്തൊരു കുറ്റക്കാരനാണ്? പത്രങ്ങളിൽ ബ്രാൻഡ് ചെയ്യുന്നു, ചാനലുകൾ ചർച്ച ചെയ്യുന്നു. INDC പ്രസിഡന്റായിട്ട് എനിക്ക് മുൻപിരുന്ന 12 വർഷം ഇരുന്ന സുരേഷ് ബാബുവിന്റെ സമയത്ത് INDCക്ക് ഒരു വാടകയ്ക്ക് എടുത്ത കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അറ്റൻഡർ പണി ചെയ്യുന്ന ഒരു പയ്യനാണ്. അദ്ദേഹത്തിന് എന്നോട് ഈ വിരോധം വരേണ്ട ഒരു കാര്യമില്ല. ഒരാൾ ഇങ്ങനെ പെറ്റീഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരെ മാധ്യമങ്ങൾ നിർവചിക്കുന്ന എങ്ങനെ? വിവരാവകാശ പ്രവർത്തകർ. വിവരാവകാശ പ്രവർത്തനം എന്ന് മാധ്യമം പറയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾക്കെതിരെ അദ്ദേഹം വിവരാവകാശം കൊടുക്കണം. അങ്ങനെ കൊടുത്തതായിട്ട് എനിക്ക് അറിയില്ല. കശുവണ്ടി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് 2005 തൊട്ട് 2015 വരെ ഒരു വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി സർക്കാർ അങ്ങേ സഹായിക്കുന്നു. പിണറായി വിജയൻ വരുന്നത് പ്രത്യേക സന്ദർഭമൊന്നുമില്ല. അദ്ദേഹം വരുന്നു, അദ്ദേഹം ഈ കശുവണ്ടി തൊഴിലാളികളുടെ വിഷയത്തിന് വേണ്ടി ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയർമാൻ ഇങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വരും. ഒരു ചാനൽ ഡിസ്കഷനിൽ അതെടുത്ത് വിട്ടാണ് പിണറായി വിജയനും ചന്ദ്രശേഖരനും കൂടിയുള്ള ഒത്തുകെട്ട് എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോയെ കാണിക്കുന്നു. ഈ ഒരു തൊഴിലാളികളെ മുഴുവൻ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് ഒരേ ഒരു വ്യക്തി ഈ പരാതികളെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് INDCയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരനാണ്. സർ നമസ്തേ. നമസ്കാരം സർ. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഒരു മുഖപത്രത്തിൽ വന്നൊരു വാർത്തയുണ്ടായിരുന്നു. കശുവണ്ടി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് 2005 തൊട്ട് 2015 വരെ ഒരു വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി സർക്കാർ അങ്ങേ സഹായിക്കുന്നു എന്നുള്ള രീതിയിലൊരു വാർത്തയുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം? ഒരു അഴിമതി കശുവണ്ടി ഫാക്ടറിയിൽ നടന്നിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് 500 കോടിയൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കശുവണ്ടി വികസന കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് സ്ഥാപനത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന മന്ത്രിസഭയാണ് എന്നെ നിയമിക്കുന്നത് ചെയർമാനായിട്ട്. 2012 മുതൽ 15 വരെയുള്ള 3.5 വർഷത്തിനകമാണ് ഞാനവിടെ ചെയർമാനായിട്ട് ഇരുന്നിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വ്യക്തിയോട് മാത്രം നിരന്തരമായ പരാതിയെല്ലാം കൂടി കണക്കിലെടുത്ത് ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ CBI അന്വേഷണം 2005 മുതൽ 2015 വരെയുള്ള 10 വർഷക്കാലത്തേക്കാണ്. ഈ 10 വർഷം 3 ചെയർമാന്മാരായിരുന്നു. ഒന്നൊരു ഗോപിനാഥൻ വക്കീൽ, 2 E കാസിം 5 വർഷക്കാലം, ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് E കാസിം, അദ്ദേഹം മരണപ്പെട്ടു പോയി. 3ാമത് ചെയർമാനായിട്ട് വരുന്നത് ഞാനാണ്. ഞാൻ ആകെ ഇരുന്ന 3.5 വർഷക്കാലം. അപ്പോൾ ഈ ഒരു പത്രത്തിൻ്റെ മുഖപ്പേജിൽ ഏറ്റവും ലീഡ് വാർത്തയായിട്ട് കാണുമ്പോൾ എന്താണ് ഈ പത്രധർമ്മം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ആശങ്കയുണ്ട്. അല്ല, അതിൽ അങ്ങയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അതിൽ ഈ 3 പ്രതികളിൽ 3ാമത്തെ ആളാണ് ഞാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെൻ്റെ ഫോട്ടോ മാത്രം കൊടുത്തുകൊണ്ട് ഒരു പത്രത്തിൻ്റെ, അതും സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് നമ്മൾ ആരാധിക്കുന്ന ഒരു പത്രത്തിൻ്റെ ലീഡ് വാർത്തയായിട്ട് കളർ ഫോട്ടോ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റൊന്ന്, ഈ ഗവൺമെൻറ്റുകൾ അവരുടെ സ്ഥാപനത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് കാണുമ്പോൾ അതിലേതെങ്കിലും ഒരാളിനോ 2 പേർക്കെതിരെ പ്രോസിക്യൂഷൻ അനുവാദം വേണമെങ്കിൽ അത് ഗവൺമെൻറ് കൊടുക്കുന്നില്ല, ആ അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ CBI കേരള ഗവൺമെൻറ്റിനോട്, ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ കൂടി ഇതിനകത്ത് ബന്ധമുള്ളതുകൊണ്ട് CBI ആവശ്യപ്പെടുകയാണ് ഇവർ പ്രോസിക്യൂട്ട് ചെയ്യുക. എന്താണ് കുറ്റം എന്നറിയോ? ഒരു സ്റ്റോർ പർച്ചേസ് മാനുവൽ കംപ്ലൈ ചെയ്തിട്ടില്ല. ഇപ്പോൾ കശുവണ്ടി മേഖലയിൽ സ്റ്റോർ പർച്ചേസ് മാനുവൽ കംപ്ലൈൻറ്റ് ചെയ്യേണ്ട, ഇത് ഒരു ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെൻറ് 1994 മുതൽ ഇങ്ങനെ പലവട്ടം ഇത് പരിശോധിച്ച് ഉത്തരവ് കൊടുത്തിട്ടുള്ളതാണ്. ഞാൻ 2012 ഇതിൻ്റെ ചെയർമാനാകുന്നത്. 1994 മുതൽ പല വിധത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം ഗവൺമെൻറ് കൊടുത്തേക്കുന്ന ഉത്തരവാണ് ഈ ഡയറക്ടർ ബോർഡിന്. ആ ഡയറക്ടർ ബോർഡ് 2 ഗവൺമെൻറ് സെക്രട്ടറിമാരുണ്ട്, 4 ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ട്, 2-3 പൊളിറ്റിക്കൽ പ്രതിനിധികളുണ്ട്, മാനേജിംഗ് ഡയറക്ടറുണ്ട്. ഇങ്ങനെയുള്ള ഒരു ബോർഡിന് കേരള ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഒരു അധികാരമാണ് ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി. എന്തുകൊണ്ടാണ് ആ ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത്? അത് 1996 കൊടുത്തേക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ ഇവിടെ നമ്മുടെ ഒരു രാജ്യത്ത്, നമ്മുടെ കേരളത്തിലോ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉണ്ടാകുന്ന തോട്ടണ്ടി കൊണ്ട് ഈ കേരളത്തിലെ കശുവണ്ടി ഉപയോഗം, അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറികൾ നടത്താൻ 800ഓളം കശുവണ്ടി ഫാക്ടറികളുണ്ട് കേരളത്തിൽ. അതിൽ 30 ഫാക്ടറിയാണ് കാർഷിക കോർപ്പറേഷൻ ഉള്ളത്, 10 ഫാക്ടറിയാണ് കാപ്പെക്സ് എന്ന് പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനത്തിനുള്ളത്. ഇത്രയും സ്ഥാപനങ്ങൾക്കുള്ള റോ മെറ്റീരിയലായ തോട്ടണ്ടി ലഭ്യമല്ല. അതിൻ്റെ ഒരു 5% പോലും ലഭ്യമല്ല. അങ്ങനെ വരുമ്പോൾ കാലാകാലങ്ങളായി
ആഫ്രിക്കൻ നാടുകളിലുമൊക്കെയുള്ള തോട്ടണ്ടി ഓരോ രാജ്യത്ത് ഓരോ സമയത്താണ് ഈ തോട്ടണ്ടി പാകമാകുന്നത്, റൈപ്പാകുന്നത്. ആ സമയത്ത് അവിടെ മത്സരിച്ച് വാങ്ങിച്ചെടുത്തില്ലെങ്കിൽ തോട്ടണ്ടി കിട്ടത്തില്ല. തോട്ടണ്ടി ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ജോലി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടൊരു 3-3.5 ലക്ഷം ആളുകളെ ബാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇഷ്യൂ ആണ്. നമ്മുടെ തൊഴിലാളികൾക്ക്, കൊല്ലത്തുള്ളവർക്കാണ് ലോകോത്തര കരവിരുതുള്ളത്. അവരുടെ പ്രത്യേക കഴിവാണ് ഈ തോട്ടണ്ടി കൃത്യമായി തല്ലി പരിപ്പെടുത്ത് പീൽ ചെയ്ത് റെഡിയാക്കി ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ഒരു തൊഴിലാളികളെ മുഴുവൻ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് ഒരേ ഒരു വ്യക്തി ഈ പരാതികളെല്ലാം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. അത് മാധ്യമങ്ങളാണ് ചോദിക്കുന്നത് അദ്ദേഹത്തിന് എന്താണ് ഇതിൽ വിഷയം. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു വിവരാവകാശ പ്രവർത്തകൻ എന്നാണ്. വിവരാവകാശ പ്രവർത്തകനാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിനെതിരെ അദ്ദേഹം ഒന്ന് അപേക്ഷ കൊടുക്കുകയോ പരാതി കൊടുക്കുകയോ ഒക്കെ ചെയ്യണ്ടേ. എൻ്റെ അറിവിൽ കാഷ്യൂ കോർപ്പറേഷനെതിരായിട്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് പരാതി. അല്ല, ഇതിൽ 500 കോടിയുടെ അഴിമതിയാണ് അങ്ങേക്കെതിരെ ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? അല്ല, ഞാനിരുന്ന 3.5 വർഷക്കാലം 224 കോടി രൂപയുടെ, ഇതെല്ലാം റെക്കോർഡുള്ളതാണല്ലോ, എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. 224 കോടി രൂപയുടെ ടോട്ടൽ പർച്ചേസാണ് നടന്നിട്ടുള്ളത്. അതും 1 ടൺ തോട്ടണ്ടി അല്ലെങ്കിൽ 1 കിലോ തോട്ടണ്ടി ഞാനിരുന്ന സമയത്ത് വിദേശത്തുനിന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ പത്രവാർത്തകളും ചില ചാനലുകളിലെ വാർത്ത എന്താ, തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ മുഖ്യപ്രതി എന്നാണ്. അതൊക്കെ മഹാപാപമല്ലേ, അങ്ങനെ ആര് പറഞ്ഞാലും. ഞാനതിൽ 224 കോടി രൂപയുടെ പർച്ചേസ് നടത്തിയാൽ അതിൽ നിന്ന് ഞാൻ എങ്ങനെ 500 കോടി എടുക്കുന്നത്? ആർക്കെങ്കിലും അഴിമതി നടത്താൻ പറ്റുമോ? അതിൽ നിന്ന് എങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഡിസ്കഷൻ കണ്ടു. പ്രധാനപ്പെട്ടൊരു ചാനൽ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം വൈകിട്ട് ആ ചാനലിൽ 3 പേരെ വിളിച്ചിട്ടുണ്ട്. 3 പേരും നമുക്കെതിരായ വർത്തമാനം പറയുന്നവർ മാത്രമാണ്. നമ്മുടെ ഭാഗം ഒന്ന് കേൾക്കാനോ ഒരു ഭാഗത്ത് എൻ്റെ അല്ല ആരെങ്കിലും ഒന്ന്, INTC എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, INTCക്കകത്തുള്ള തർക്കമാണ് ഇതിൽ വരുന്നതെങ്കിൽ INTC ആരെങ്കിലും വിളിച്ചൊന്ന് സംസാരിപ്പിക്കണ്ടേ? ഒരു വ്യത്യസ്ത അഭിപ്രായം കൂടെ കേൾക്കണോ വേണ്ടേ? മാധ്യമധർമ്മത്തിനകത്ത് ഒരു വാർത്ത രൂപീകരിക്കുമ്പോൾ 2 ഭാഗവും കേൾക്കണമെന്ന് നിയമമുള്ളതാണ്. നിയമം മീൻസ് ഒരു ധാരണയുള്ളതാണ്, അല്ലേ? ആ ധർമ്മം പോലും വെടിഞ്ഞിട്ടാണ് ഒരേപോലെ വന്നിരിക്കും. ഒരാൾ പറഞ്ഞെന്നറിയോ, അതിൽ പാനലിൽപ്പെട്ട ഒരാൾ 2000 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത്. ഒരാൾ പാനലിൽ പറയാണ്, അത് പ്രധാനപ്പെട്ട ഒരു ചാനൽ, അതിൻ്റെ ആങ്കർ ചോദിക്കുന്നു, മറ്റദ്ദേഹം പറഞ്ഞു കൊടുക്കും 2000 കോടി രൂപയുടെ അഴിമതി, ലോകോത്തര കൊള്ളയാണ് നടന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മതി. ചിലപ്പോൾ 200 കോടിയുടെ ഒരു പൂജ്യം കൂടി പോയതായിരിക്കും. അല്ല, അങ്ങനെയൊക്കെ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ പറയാൻ പാടുള്ളൂ. ഇത് വേറെ ബാക്ക്ഡോർ മാധ്യമങ്ങളല്ലല്ലോ. അല്ലെ പണ്ട് കാലത്ത് ചില പത്രങ്ങളുണ്ടായിരുന്നു, ഇങ്ങനെ ഓരോ ദിവസവും ആരോപണം ഇടുക, അവർ കേസ് പറഞ്ഞ് നടക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു പത്രങ്ങൾ പണ്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള പത്രങ്ങൾ പോലും കാണുന്നില്ല. ഉണ്ടോ? ഇല്ല. മാത്രമല്ല 4 ട്രേഡ് യൂണിയൻ പ്രതിനിധികളുള്ള ബോർഡാണ്. 4 കൂട്ടരും ഇതിന് ഉത്തരവാദികളല്ലേ? ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ഉത്തരവാദികളല്ലേ? അതിലങ്ങനെ ഒരാളോ 2 പേരോ മാത്രമായിട്ട് ഉത്തരവാദപ്പെടുന്നത് അത് ന്യായമാണോ? സ്വാഭാവികമായിട്ട് ഇതിലൊരു ഗൂഢാലോചന ആരോപിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ല, ഗൂഢാലോചനയ്ക്ക് ഞാൻ നോക്കിയിട്ട് വേറെ കാരണങ്ങൾ കാണുന്നില്ല. പക്ഷേ INTCയുടെ പ്രസിഡൻ്റാണ് ഞാൻ. INTCയുടെ പ്രസിഡൻ്റായിട്ട് 1947 ശേഷം രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ പ്രസിഡന്റുമാരായി വന്നവരാരൊക്കെയാണ്? ബഹുമാനീയനായ അന്തരിച്ചുപോയ ശ്രീ BK നായർ സാറാണ്. ശ്രീ K കരുണാകരൻ കേരളത്തിൻ്റെ ആരാധ്യനായ ലീഡറാണ്. 3ാമത് വന്ന് മഹാനായ CM സ്റ്റീഫനാണ്. 4ാമത് വന്ന് VP മരക്കാറാണ്. 5ാമത് സുരേഷ് ബാബു വന്നു, കൊല്ലത്തുകാരനായ സുരേഷ് ബാബു വന്നു. 12 വർഷം അദ്ദേഹം ഇരുന്നതിന് ശേഷമാണ് ഞാൻ പ്രസിഡൻ്റായി വരുന്നത്. അപ്പോൾ ഈ 12 വർഷത്തിനിടയ്ക്ക് അദ്ദേഹം തന്നെ 5 വർഷം ചെയർമാനായിരുന്നു. ഈ കാഷ്യൂ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നു K സുരേഷ് ബാബു. അദ്ദേഹം ഇരുന്ന സമയത്ത് 2 വിദേശയാത്ര തോട്ടണ്ടി എടുക്കാനായിട്ട് പോയി. അത് റെക്കോർഡുള്ളതാണ്. ഞാൻ എൻ്റെ സമയത്ത് ഒരിക്കലും വിദേശത്ത് യാത്ര ചെയ്തിട്ടില്ല. ഞാൻ വിദേശയാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷേ തോട്ടണ്ടി എടുക്കാനോ കാഷ്യൂ കോർപ്പറേഷൻ്റെ പണം ഉപയോഗിച്ച് ഒരിക്കൽ പോലും ഞാൻ യാത്ര ചെയ്തിട്ടില്ല. ആ സുരേഷ് ബാബു വരുന്ന സമയത്ത് ഈ കോർപ്പറേഷൻ്റെ പണി ഒരു വർഷം 13 ദിവസമൊക്കെ കൊടുത്തിട്ടുള്ളൂ. 13 ദിവസം. ആ തൊഴിലാളികളുടെ സ്ഥിതി ആലോചിച്ച് നോക്ക്. ഒരു INTC പ്രവർത്തകനായ ഒരാൾ ഈ കോർപ്പറേഷൻ്റെ ചെയർമാനാകുമ്പോൾ ഇത് ലാഭകരമായി നടത്താൻ വേണ്ടിയുള്ള സ്ഥാപനമല്ല. പരമ്പരാഗത വ്യവസായ മേഖലകളിൽ 3.5 ലക്ഷത്തോളം വരുന്ന കശുവണ്ടി തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും, അവർക്കൊരു കമ്മ്യൂണിറ്റി പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എനിക്ക് തന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് എന്താ? പരമാവധി തൊഴിൽ ദിനങ്ങൾ കൊടുക്കണം, ആ കമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കണം. അതിന് വേണ്ടി വരുന്ന സപ്പോർട്ടാണ് കേരള ഗവൺമെൻറ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ വിഷയങ്ങൾ രൂക്ഷമായപ്പോൾ ഞാൻ കമ്പനികളെല്ലാം അടച്ചിട്ടു.
എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് 3 മാസം അടഞ്ഞു കിടന്നു. അപ്പോൾ CIT യൂണിയൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട യൂണിയനാണ്. CIT യൂണിയൻ ഈ 30 കമ്പനികളുടെ മുമ്പിൽ സമരം ആരംഭിച്ചു. കമ്പനി തുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അന്ന് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മേഴ്സിക്കുട്ടിയാണ്. അന്ന് ആ സമരത്തിനോടൊപ്പം നിന്നത് കാസിമാണ്. ഈ സ്ഥാപനത്തിൻ്റെ പിന്നീട് ചെയർമാൻ അയാളാണ്. ആ സമരത്തിനോടൊപ്പം നിന്നത് ബോർഡ് മെമ്പർ കൂടിയായ തുളസീധരൻ പിള്ളയാണ്. ആ 30 കമ്പനികളിലും 3 മാസക്കാലത്തോളം അടച്ചിട്ടപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു. അതിങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു രാജിക്കത്ത് തന്നല്ലോ സാർ, 5 പേജുള്ള ഒരു രാജിക്കത്ത് ഞാൻ തന്നു. രാജിക്കത്ത് കൊടുത്തു. കാര്യകാരണ സഹിതം അങ്ങേക്ക് ഞാനൊരു രാജിക്കത്ത് തന്നല്ലോ. അതിനകത്ത് ചില ഉദ്യോഗസ്ഥന്മാരുടെ ദുഷ്ടലാക്കുകളും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങേക്ക് ആ രാജ്യം അംഗീകരിച്ചാൽ മതി, ഞാനങ്ങ് പൊക്കോളാം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനല്ല, ഓണക്കാലത്ത് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കണം, അതൊന്ന് ഓണക്കാലം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാനില്ല സാർ, എന്നെ ഒന്ന് ഒഴിവാക്കിയത്. അപ്പോൾ അതെല്ലാം എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവസാനം അന്നത്തെ മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും കൂടി എന്നെ നിർബന്ധിച്ചിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം, കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാനായിട്ട് കേരള ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യാം, 30 കോടി രൂപ അനുവദിക്കും, അടുത്ത ക്യാബിനറ്റിൽ പാസ്സാക്കും. അപ്പോൾ താനൊരു കാര്യം ചെയ്യും, ഈ യൂണിയനുകളെല്ലാം ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് ആ സമരങ്ങൾ സെറ്റിൽ ചെയ്യണം, അവർക്ക് വാക്ക് കൊടുക്കുക, കമ്പനി തുറക്കാം എന്ന് വാക്ക് കൊടുക്കുക. അപ്പം ഞാൻ വീണ്ടും പറഞ്ഞു, എൻ്റെ രാജിക്കത്ത് അംഗീകരിച്ചാൽ മതി, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവർ സമ്മതിക്കത്തില്ല. ഓക്കെ. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഏതെങ്കിലും കാര്യം ഇട്ടിട്ട് പോകാനോ ഒളിച്ചോടാനും പറ്റുന്ന ഒരാളല്ല. ആണോ? ഞാൻ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ KPCC മെമ്പറും AICC മെമ്പറും ഒക്കെ ആയിരിക്കുന്ന ഒരാൾ, പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഞാൻ KSC മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ. മരിക്കുന്നവരെ ഈ പാർട്ടിയിലേ ഉണ്ടാവുള്ളൂ. ഇതാരും ഇല്ലെങ്കിലും ഞാനുണ്ടാവും. എൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. എൻ്റെ നിലപാടല്ല, എൻ്റെ അച്ഛനും എൻ്റെ കുടുംബവും പരമ്പരാഗതമായി കോൺഗ്രസ് ഫാമിലിയാണ്. ഞാനതൊക്കെ തന്നെ എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരാളുമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, അങ്ങനെ നിർബന്ധിച്ചിട്ട് ക്യാബിനറ്റ് ഹാളിൻ്റെ പുറത്ത് ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നു. ക്യാബിനറ്റ് കൂടിയിട്ട് ക്യാബിനറ്റിൽ നിന്ന് ബഹുമാനനായ വ്യവസായ മന്ത്രിയും കൊല്ലത്തിൻ്റെ മന്ത്രിയായ ഷിബു ബേബിയുടെ പുറത്തിറങ്ങി വരുന്നു. എന്നോട് പറയുന്നു, 30 കോടി ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടുണ്ട്, പെട്ടെന്ന് ടെൻഡർ വിളിക്കണം, കമ്പനി തുറക്കണം. ഇതാണ് സർക്കാരിൻ്റെ ഇൻട്രസ്റ്റ്. അതാണ്. ഞാൻ അവിടുന്ന് പോയി, ഞാൻ MD പറഞ്ഞു, ടെൻഡർ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു, ഒറ്റയാളെ വന്നുള്ളൂ, ക്യാൻസൽ ചെയ്തു. അടുത്ത ഒരു ടെൻഡർ വിളിച്ചു. കാരണം ഓണത്തിന് സമയമില്ല, ഒരു കമ്മിറ്റഡ് ഡേറ്റാണ്. 18/7/2015 മിനിറ്റ്സ് ഉണ്ടാക്കി മേഴ്സിക്കുട്ടി അടക്കമുള്ളവർക്ക് കൊടുത്തിരിക്കുകയാണ്. എല്ലാ യൂണിയനും കൊടുത്തിരിക്കുകയാണ്. 18/7/2015 എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1-ാം തീയതി. 2015 ആഗസ്റ്റ് മാസം 17-ാം തീയതിയാണ് 1-ാം തീയതി ആവുന്നത്. അപ്പോൾ ആഗസ്റ്റ് മാസം 17-ാം തീയതി ഈ കമ്പനികളെല്ലാം തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു. രേഖാമൂലം ധാരണയുണ്ടാക്കി. അപ്പോൾ ആ ചിങ്ങമാസം 1-ാം തീയതി ആയതുകൊണ്ടാണ് ആ ഡേറ്റ് എടുത്തത്. ആ ചിങ്ങമാസം 1-ാം തീയതി കമ്പനി തുറക്കാനായിട്ട് ഗവൺമെൻറ് പറഞ്ഞു, അടിയന്തര നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. ഒരു ടെൻഡർ വിളിച്ചു, ഒരാളെ വന്നുള്ളൂ. അത് ഞാൻ വരുന്നതിന് ശേഷം വന്ന ആളൊന്നുമില്ല, അതിനൊക്കെ എത്രയോ മുമ്പ്. കാരണം ഇത് കുറേ കാലം ഇത് കടം കേൾക്കാനൊക്കെ പറ്റിയ ആളുകൾക്ക് മാത്രമേ ഇത് ടെൻഡർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും ഞാനിരുന്ന സമയത്ത് കൊല്ലത്തുകാരനായ ഒരുത്തിനെ ഞാൻ വിളിച്ചു വരുത്തി നിർബന്ധമായൊരു ടെൻഡർ കൊടുത്തു. കാരണം ഒരാളിന് മാത്രം കൊടുക്കുന്നുള്ള ആരോപണം ഒരിക്കലും വരാതിരിക്കാൻ 2000 ടൺ അദ്ദേഹം എടുത്തു ആ കമ്പനി. അതിൽ 300 ടൺ പോലും അയാൾക്ക് അടിക്കാൻ പറ്റിയില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു എഫർട്ടിൻ്റെ ഇതൊക്കെ റെക്കോർഡുള്ളതാണ്. അപ്പോൾ അങ്ങനെ കമ്പനി തുറക്കാനായിട്ട് കേരള ഗവൺമെൻറ് ക്യാബിനറ്റ് 30 കോടി രൂപ അനുവദിച്ചു. അന്നത്തെ ഫിനാൻസ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാം ആ പണം റിലീസ് ചെയ്യത്തില്ല. ആ പൈസ കൊടുക്കത്തില്ല. റിലീസ് ചെയ്യണമല്ലോ. ക്യാബിനറ്റ് അനുവദിച്ചാൽ 24 മണിക്കൂറിനകം ആ തീരുമാനം നടപ്പാക്കണം. ഇതാണ് ക്യാബിനറ്റിൻ്റെ ന്യായം. അദ്ദേഹം റിലീസ് ചെയ്യുന്നില്ല. നമ്മുടെ MDയും മറ്റു ഫൈനാൻസ് മാനേജരും ഒക്കെ പോയി കാണുന്നു, അയാൾ റിലീസ് ചെയ്യത്തില്ല. അവസാനം ഞാൻ പോയി മുഖ്യമന്ത്രിയെ കാണുന്നു. മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് വിളിച്ച്, ഇബ്രഹാമേ അതൊന്ന് റിലീസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞു. അയാൾ പറയും പറ്റത്തില്ല എന്ന് പറയും. മുഖ്യമന്ത്രിയുടെ അടുത്ത് അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ ആരെ കാണുന്നു? വീണ്ടും ഞാൻ വ്യവസായ മന്ത്രി എല്ലാവരെയും കണ്ടു. ഞങ്ങളെല്ലാം കൂടി ചർച്ച ചെയ്തു. KM എബ്രഹാം റിലീസ് ചെയ്യത്തേയില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിന് എന്തോ ഒരു ദുഷ്ടലാക്കോടുകൂടി ഇതിനെ പെരുമാറുന്നു. അപ്പം ഞാൻ KPCC പ്രസിഡന്റ്
ഞാനൊരു നോട്ടീസ് കൊടുത്തു. എൻ്റെ രാജി അംഗീകരിക്കുന്നില്ല. ഞാൻ പിന്നെ കമ്പനി നിർത്തിവെച്ച സമരം സെറ്റിൽ ചെയ്യാൻ എൻ്റെ മുഖ്യമന്ത്രി പറയുന്നു, വ്യവസായ മന്ത്രി പറയുന്നു. സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞ് ക്യാബിനറ്റ് കൂടിയിട്ട് 30 കോടി രൂപ അനുവദിക്കുന്നു. ഈ പറഞ്ഞ ഡേറ്റിൽ കമ്പനി തുറക്കാനുള്ള നടപടി എടുക്കാൻ പറയുന്നു. ഞാൻ ടെൻഡർ വിളിക്കുന്നു, 2ാമത്തെ ടെൻഡറും വിളിക്കുന്നു. ഓണം അടുത്ത് വരുന്നു. തോട്ടണ്ടി ഇല്ലാതെ തൊഴിലാളിക്ക് ജോലി കൊടുക്കുന്ന മാസ്മരിക വിദ്യയൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ ഒരു നിവൃത്തിയില്ല, എൻ്റെ രാജി അംഗീകരിക്കത്തില്ല, ഈ കാശ് തരത്തുമില്ല. സ്ഥിതി എന്ത് വേണം? ഞാൻ വ്യവസായ മന്ത്രിക്ക് ഒരു നോട്ടീസ് കൊടുത്തു. ഈ പണം അനുവദിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ നിരാഹാര സമരം നടത്തുകയാണ്. തിരുവനന്തപുരം സെക്രട്ടറിന് മുമ്പിൽ ആദ്യമായി ഒരു ചെയർമാൻ എൻ്റെ രാജിക്കത്ത് അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണെന്നൂടെ ഓർത്തോണം. അതും സ്വന്തം സർക്കാർ ഇരിക്കുമ്പോൾ ഞാനവിടെ നോട്ടീസ് കൊടുത്തു, ഞാൻ നിരാഹാരം ആരംഭിക്കും. കാരണം എനിക്ക് വഴികളില്ല. കാരണം എന്നെ രാജി അംഗീകരിക്കാതെ എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് വഴിയിലിട്ടിട്ട് പോകുന്ന ഒരാളല്ലോ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരുന്നിട്ട്. നിരാഹാരത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ KPCC പ്രസിഡന്റ് VM സുധീരനാണ്. അദ്ദേഹവും UDF കൺവീനർ PP തങ്കച്ചനടക്കം എല്ലാവരും ഇടപെടുന്നു. KPCC പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, KPCC ഓഫീസിൽ വരണം, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. അവിടെ മുഖ്യമന്ത്രിയോട് വിളിച്ചു വരുത്തുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വരുന്നു. എല്ലാവരും കൂടി സംസാരിക്കുന്നു. 1.5 മണിക്കൂർ സംസാരിച്ചിട്ടും വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ്, അത് രാഹുൽ മനസ്സിലാക്കുന്നതെന്നറിയില്ല. അതായത് ഒരു ട്രഷറി റിലീസ് വേണമെങ്കിൽ ഒരു ദിവസം 50 ലക്ഷം രൂപയിൽ കൂടുതൽ റിലീസ് ചെയ്യണമെങ്കിൽ അതിന് കേരള ഗവൺമെൻറ് വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ 50 ലക്ഷത്തിൽ കൂടുതൽ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അടക്കമുള്ള ഉത്തരവാണ് എനിക്ക് വേണ്ടത്. അത് KM എബ്രഹാം തരത്തേയില്ല. അപ്പം ഞാൻ പറഞ്ഞു വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ 1.5 മണിക്കൂർ ഇരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം, ഞാൻ സെറ്റിൽ ചെയ്യാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല സാറേ, 2-3 പ്രാവശ്യം ഇത് മാറ്റി വെച്ചതല്ലേ. അവസാനം ഞാൻ എന്ത് ചെയ്തു, നിരാഹാരമായിട്ട് മുന്നോട്ട് പോയി. എൻ്റെ നിരാഹാര പന്തലിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും വന്നു. കാനൻ രാജേന്ദ്രൻ വന്നു, പിന്നെ കുമ്മനം രാജശേഖരൻ, ഒരുപാട് ആളുകൾ. പിണറായി വിജയൻ വരുന്നത് പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ്. കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, AITC നേതാവായിരുന്നു, എല്ലാവരും വന്നു. അത് കഴിഞ്ഞ് പിണറായി വിജയൻ വരുന്നത് പ്രത്യേക സന്ദർഭമൊന്നുമില്ല. അദ്ദേഹം വരുന്നു, അദ്ദേഹം ഈ കശുവണ്ടി തൊഴിലാളികളുടെ വിഷയത്തിന് വേണ്ടി ഒരു സംസ്ഥാന ഗവൺമെൻറ് ചെയർമാൻ ഇങ്ങനെയൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വരും. ആ കൂട്ടത്തിൽ അദ്ദേഹം വന്നെന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അവിടെ വന്നിരുന്ന് വളരെ മാന്യമായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു ഈ സമരത്തിനോടൊപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയണ്ടേ, സ്വാഭാവികമായിട്ടും പറയണ്ടേ. അത് നാളെ ആരിരുന്നാലും ആ സമരങ്ങൾക്ക് അങ്ങനെ പിന്തുണ കിട്ടത്തില്ലേ, കിട്ടുമല്ലോ, കിട്ടും. അപ്പം ഞാൻ പറഞ്ഞത് ആ ഫോട്ടോ മാത്രം എടുത്തിട്ട് ഒരു ചാനൽ ഡിസ്കഷനിൽ അതെടുത്ത് വെക്കുകയാണ്. പിണറായി വിജയനും ചന്ദ്രശേഖരനും കൂടിയുള്ള ഒത്തുകളി എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോയെ കാണിക്കുന്നത്. അപ്പോൾ കാനൻ രാജേന്ദ്രൻ വന്ന ഫോട്ടോ ഇല്ല, മറ്റ് പാർട്ടികൾ വന്ന ഫോട്ടോ ഇല്ല, പിന്നെ ബഹുമാനപ്പെട്ട VM സുധീരൻ KPCC പ്രസിഡന്റ്, ഇതിനൊരുപാട് മനസ്സിലാക്കിയ ഒരാൾ, അദ്ദേഹം വെയ്സ് ആൻഡ് മീൻസ് ക്ലിയറൻസ് ഉത്തരവോടുകൂടി വന്നിട്ട് രാത്രി 8 മണിക്ക് എനിക്ക് നാരങ്ങാ നീര് തന്നാണ് ഞാൻ ഈ സമരം അവസാനിപ്പിക്കുന്നത്. അത് ആർക്കും ബാധകമല്ല, അത് പറയത്തില്ല. അപ്പം നമ്മൾ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിട്ടിരിക്കുന്നു, നമ്മളൊരു ദേശീയ ട്രേഡ് യൂണിയൻ ഐക്യമുണ്ടാക്കുന്നു. എനിക്ക് വേണ്ടിയല്ല. UPA 1ാം ഗവൺമെൻറ് കഴിഞ്ഞപ്പോൾ UPA 2 ഗവൺമെൻറ് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി. ഇടതുപക്ഷം പുറത്തു പോയിട്ടും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്നു. ആ ഗവൺമെൻറ് നിലനിർത്താൻ ഒരു ട്രേഡ് യൂണിയൻ ഐക്യം വേണമെന്ന് എന്നോട് സഞ്ജീവ് റെഡ്ഡി അടക്കമുള്ള ഞങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് അധ്യക്ഷ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയാണ്, മരിച്ചുപോയ മൻമോഹൻ സിംഗാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് 30ഓളം നേതാക്കന്മാർ ഞങ്ങളെ വിളിച്ചു വരുത്തി 4 മണിക്കൂറോളം. അതിൽ ഏറ്റവും കൂടുതൽ എതിർത്തത് ഞാനാണ്. ഇങ്ങനെ ഐക്യം വേണ്ടെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ബിക്കോസ് കേരളത്തിൻ്റെ സാഹചര്യം അങ്ങനെയാണ്. നമ്മൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ എതിർക്കുക. അന്ന് BJP ഒന്നും പ്രസക്തമല്ല. അങ്ങനെ എതിർത്ത് ഞാൻ. അത് കഴിഞ്ഞ് INTUCയുടെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി വരുന്നു. കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി ഡെറാഡൂണിൽ ചേരുമ്പോൾ INTUC വർക്കിംഗ് കമ്മിറ്റിയിൽ ഞാൻ ഈ വിഷയം ഒരു കാരണവശാലും യോജിച്ച് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആളാണ്. എന്നെ അന്ന് ബോധ്യപ്പെടുത്തുന്നവരാണെന്നറിയോ, കേന്ദ്രമന്ത്രിയായിരുന്ന, തൊഴിൽ മന്ത്രിയായിരുന്ന, ഉത്തരാഞ്ചലിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഹരീഷ് റാവത്താണ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഹരീഷ് റാവത്ത് അന്ന് യൂണിയൻ ലേബർ മിനിസ്റ്ററാണ്. അദ്ദേഹം എഴുന്നേറ്റ് അന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹം വന്നപ്പോൾ എൻ്റെ ആർഗ്യുമെൻ്റ് കേട്ട് അദ്ദേഹം പറയുകയാണ്, ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്, രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണ് ഒരു അനാവശ്യമായുള്ള പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കാൻ ഒരു ട്രേഡ് യൂണിയൻ അംബ്രല്ല ഓർഗനൈസേഷൻ ആവണം. അതിനകത്ത് അന്ന് അതുവരെ BJP ഉണ്ടായിരുന്നു,
അത് BMS ഉണ്ടായിരുന്നു, CIT ഉണ്ട്, AITC ഉണ്ട്, HMS ഉണ്ട്, UTUC ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ സംഘടനകളെല്ലാം കൂടി ചേർന്ന് അങ്ങനെ എന്നെ ബോധ്യപ്പെടുത്തി ഞാനതിന് അതിന് കീഴ്പ്പെടുന്ന സാഹചര്യം വന്നിട്ട് ചില മാധ്യമങ്ങൾ ഇതൊന്നും അറിയാതെ ചന്ദ്രശേഖരനും സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള എന്തോ ഒരു വല്ലാത്ത ബന്ധം കൊണ്ടാണ്. എന്ത് ബന്ധം? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ആര് വന്നാലും അവർ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് അധികാരത്തിൽ വരുന്നവരാണല്ലോ, അല്ലേ? എതിർക്കേണ്ട രാഷ്ട്രീയത്തിൽ നമ്മൾ എതിർക്കും, ഇപ്പോഴും ഞാൻ എതിർക്കും. കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ കേരള സംസ്ഥാന INTC നടത്തിയ സമരങ്ങൾ 14 സമരങ്ങളാണ്. ആ സമരങ്ങൾ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ നടിക്കുന്നത്. കേരളത്തിലെ INTCക്ക് ബദലായി അഭിപ്രായം പറയുന്ന കുറച്ച് ആളുകളെങ്കിലും കാണുമല്ലോ സ്വാഭാവികമായിട്ടും. ഇതിനകത്ത് കടന്നു വരാൻ പറ്റാത്തവർ, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റാത്തവർ, അങ്ങനെ കുറേ പേര് കാണുമല്ലോ, കാണത്തില്ലേ? എല്ലാ പാർട്ടിയിലും ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ പറയുമ്പം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ INTCയുടെ ഒരു ജനാധിപത്യ പ്രക്രിയ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ആളാണ് ഞാൻ. എൻ്റെ ജില്ലാ പ്രസിഡന്റുമാർ, നമ്മൾ ഫോം ചെയ്യുന്ന സംസ്ഥാന കമ്മിറ്റി, അതിനകത്ത് റെക്കോർഡൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. ഞെളിഞ്ഞ് നടന്ന INTC എന്ന് പറഞ്ഞാൽ പറ്റുമോ? അങ്ങനെയുള്ള ആളുകൾ മാറി നിന്നിട്ട്, ഇതിനകത്ത് കടക്കാൻ പറ്റാത്തവർ മാറി നിന്നിട്ട് കുറ്റം പറഞ്ഞാൽ ആ കുറ്റത്തിന് നമ്മളെ ഏറ്റെടുക്കാൻ പറ്റുമോ? വി ഡോണ്ട് കെയർ. അപ്പോൾ ഇങ്ങനെയൊരു സന്ദർഭം അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെയുള്ളവരാണ് പിണറായി വിജയൻ. അപ്പോൾ ഇതെല്ലാം വലിയ വിഷയമായി. കേരളത്തിലെ INTCക്ക് ബദലായി നിന്ന ഒരു സംഘം ആളുകൾ പോസ്റ്ററൊക്കെ അടിച്ച് കൂപ്പണൊക്കെ അടിച്ച് നാട് മുഴുവൻ പിരിച്ച് ഒരു സെക്രട്ടേറിയറ്റ് വളയൽ സമരം പ്രഖ്യാപിച്ചു. INTCയുടെ പാരലൽ സംഘടനകൾ. ഞാൻ ഇടപെട്ടിട്ട് ഞാൻ ബഹുമാനീയ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ്, രമേശ് ചെന്നിത്തലയായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനൊരു സമരം നടക്കുന്നില്ല. അതിൽ 6ഓളം സമരം ഉദ്ഘാടനം ചെയ്തത് രമേശ് ചെന്നിത്തലയെ. കേരള ഗവൺമെൻറ് പിണറായി സർക്കാരിനെതിരെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ 19 പന്തം കത്തിച്ച് പ്രകടനം നടത്തി. 19 പന്തം രാത്രി തല്ലിക്കെടുത്തി. എന്ന് പറഞ്ഞാൽ 19 മന്ത്രിമാരെ തല്ലിക്കെടുത്തി സിംബോളിക്കായി ഏറ്റവും രൂക്ഷമായ സമരം നടത്തിയ INTC-ആണ്. സെക്രട്ടേറിയറ്റ് ഉപവാസം നടത്തി 2200 പേരെ പങ്കെടുത്ത് INTC-ആണ്. നിരവധിയായ സമരങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ, മണ്ഡലം തലത്തിൽ നിരവധിയായ സമരങ്ങൾ. സെക്രട്ടേറിയറ്റ് ഞാൻ തുടങ്ങുന്നത് തന്നെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട്. ആരെ ഉദ്ഘാടനം ചെയ്തെന്നറിയാമോ? INTC-യുടെ കേരളത്തിലെ സ്ഥാപക നേതാവ് ശ്രീ K. കരുണാകരൻ. അദ്ദേഹം വന്ന് കാറിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ട് ഒരു കാല് നിരത്തി വെച്ചാണ് എനിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് മ്യൂസിയത്തിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും കാർത്തികേയൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലാണ് ഞാൻ ചാർജ് എടുക്കുന്നത്. AK ആന്റണി അടക്കമുള്ളവരുടെ ഒരു വലിയ അനുഗ്രഹത്തോടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. INTC-യുടെ പ്ലാറ്റിനം ജൂബിലി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് AK ആന്റണിയാണ്. നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് AK ആന്റണിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ നമ്മൾ മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുമ്പോൾ എൻ്റെ ട്രേഡ് യൂണിയൻ പറയുന്നതല്ലേ എനിക്ക് കേൾക്കാൻ പറ്റൂ. See, who is responsible for a trade union coordination committee? I am not the responsible person. ആൾ ഇന്ത്യ INTC എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി, കോൺഗ്രസ് പാർട്ടി പറഞ്ഞ അനുസരിച്ചുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ ഐക്യം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എനിക്ക് എല്ലാവരും തെറി പറയാൻ പറ്റുമോ? ദാറ്റ് ഈസ് നോട്ട് മൈ പൊളിറ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം അറിയാതെ, ഇതിൻ്റെ സാഹചര്യങ്ങൾ അറിയാതെ, ഇതിനെ ഒരു വല്ലാത്തൊരു തലത്തിലേക്ക് പറഞ്ഞു പോകുമ്പോൾ മാധ്യമങ്ങളുടെ അന്നത്തെ വാർത്തയാണ് പ്രസക്തം. ഇപ്പോൾ കോടതിയിലൊരു കേസ് വരുന്നു, അന്ന് പ്രമുഖ മാധ്യമം കൊടുക്കുകയാണ്, ഫ്രണ്ട് പേജിലും കൊടുക്കുകയാണ്, വിധി മാധ്യമങ്ങൾ അങ്ങ് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കയറിയിരിക്കുന്ന ജഡ്ജിയുടെ അടുത്ത് ആരെങ്കിലും അഡ്വൈസ് ചെയ്യും. സോ ദിസ് വെരി ബിഗ് സെൻസേഷണൽ ഇഷ്യൂ. അപ്പോൾ ഞാൻ 224 കോടി രൂപയുടെ പർച്ചേസ് നടത്തിയ ഒരാൾ, 1 ടൺ തോട്ടണ്ടി വിദേശത്ത് നിന്ന് കൊണ്ടുവരാത്ത ഞാൻ എങ്ങനെയാണ് ഹൗ ക്യാൻ ഐ ബി ടേംഡ് ആസ് തോട്ടണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതിയാക്കാൻ പറ്റുമോ രാഹുലെ? പറ്റുമോ? ഞാൻ പറഞ്ഞ ഫോർഗെറ്റ് അബൌട്ട് ഒരു വ്യക്തി എന്നുള്ളത് അങ്ങ് വിട്ടേക്കുക. അങ്ങനെ ഇറക്കുമതി അഴിമതി കേസെന്ന് ബ്രാൻഡ് ചെയ്തുകൊണ്ട് വാർത്ത കൊടുത്താൽ വാട്ട് ഷുഡ് ഐ കോൾ ദീസ് കൈൻഡ് ഓഫ് മാധ്യമ പ്രവർത്തകത്തെ എന്ത് വേണം? ഇതിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങ് പിണറായി വിജയനുമായിട്ട് അടുത്ത ബന്ധമുണ്ടായതുകൊണ്ട് ഈ ബന്ധം നോക്കിക്കണ്ടുകൊണ്ടാണ് ഈ കേസ് വീണ്ടും ഫാബ്രിക്കേറ്റ് ചെയ്ത് വരുന്നതാണ് എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങനെയല്ല. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സമയത്ത് കാർഷിക കോർപ്പറേഷൻ്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റാണ്. ശ്രീ VD സതീശൻ മുഖ്യമന്ത്രി ആകുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റാണ്. ആണല്ലേ? ആ ഗവൺമെൻറ്റിനോട് CBI ആവശ്യപ്പെട്ടു. ഒരു ഉദ്യോഗസ്ഥൻ അതിലുള്ളത് കൊണ്ട്, ഞാനുള്ളത് കൊണ്ടല്ല. ഐ ആം നോ വേ കണക്റ്റഡ് വിത്ത് എനി ഒഫീഷ്യൽ കാപ്പാസിറ്റി. ആണോ? അല്ലല്ലോ. ഞാൻ ആ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു. ഞാൻ ചെയർമാനായിട്ടിരിക്കുന്ന സമയത്താണ് ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നതെങ്കിൽ ഐ ആം ഓൾസോ പാർട്ടി.
അപ്പോൾ ഈ ഗൂഢാലോചന വരുമ്പോഴാണെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു അതോറിറ്റി വരുന്നതുകൊണ്ട് അത് ഗൂഢാലോചന എങ്ങനെയാണ് ആകുന്നത്? അറിയില്ല. ഗവൺമെൻറ് 2 സെക്രട്ടറിമാരും ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന ബോർഡ് മെമ്പറും അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടറും ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്ത് ഗൂഢാലോചന നടത്താൻ പറ്റും? കേരള ഗവൺമെൻറ്റിനെതിരെ ഗൂഢാലോചന നടത്താൻ പറ്റുമോ? അഥവാ സ്ഥാപനത്തിൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആണല്ലോ. എങ്ങനെ ഒരു ഗൂഢാലോചന നടക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഓക്കെ, അപ്പോൾ ക്രിമിനൽ കോൺസ്പിറസി എന്നൊരു വാക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ വിശദവിവരം ആരെയാണ് നോക്കേണ്ടത്? കോടതിയാണ് നോക്കേണ്ടത്. കോടതിയിൽ ഇത് കേസ് ട്രയൽ ചെയ്യണ്ടേ? അപ്പോൾ ട്രയൽ ചെയ്യണമെങ്കിൽ എന്ത് പറ്റി? ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ഗവൺമെൻറ് അനുവാദം വേണം. അത് പിണറായി ഗവൺമെൻറ് എന്നുള്ളതല്ല, വി ഡി സതീശൻ ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻറ് ആയാലും അതിൻ്റെ മുതലാളി ഗവൺമെൻറ് ആണല്ലോ. 3 തവണയും പിണറായി വിജയൻ അതിന് അനുമതി ആ 10 വർഷം അവരിരുന്നുണ്ട്. 10 വർഷം അവരിരുന്നുണ്ട്. നേരെ മറിച്ച് 5 വർഷം കഴിഞ്ഞ് വേറൊരു ഗവൺമെൻറ് ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. 10 വർഷം അവരിരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇത് ഡിനേ ചെയ്താൽ, അനുവാദം കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചാൽ, അത് കോടതിയിലെ ഒരു നീതിന്യായ അധിപന് അതുപോലെ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു വന്നാൽ അവർ ക്ലാരിഫൈ ചെയ്തിട്ട് വീണ്ടും കോടതിയോട് പറയാനല്ലേ പറ്റുള്ളൂ. അത് ആദ്യം പറഞ്ഞ് തെറ്റിപ്പോയി, എന്നാൽ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പറയാം, അങ്ങനെ വല്ലതും ഒരു ഗവൺമെൻറ് എടുക്കുമോ രാവിലെ? അപ്പോൾ എന്ത് പറ്റി? വീണ്ടും ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ന്യായാധിപൻ എഴുതുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും അതെല്ലാം കൊടുക്കാൻ പറ്റും. ഒരിക്കൽ ഒരു ഗവൺമെൻറ് നോ എന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പറഞ്ഞാൽ യെസ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ദേ ഹാവ് ടു ജസ്റ്റിഫൈ ദെയർ ഡിമാൻഡ്സ്, ദെയർ ഡിസിഷൻസ്. അങ്ങനെയുള്ളതിന് നമ്മൾ പിണറായി സർക്കാരെന്നോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരെന്നോ പിന്നെ വി ഡി സതീശൻ സർക്കാരെന്നോ ടേം ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ല, അവിടെയാണ് അങ്ങേ പിണറായി വിജയൻ ഞാനതിന് പ്രോസിക്യൂഷൻ സാങ്ഷൻ വേണ്ട, കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഞാനൊരിക്കലും പറയും, ബിക്കോസ് എനിക്ക് 3 വർഷത്തെ ഉത്തരവാദിത്തം എനിക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. ആ 3 വർഷത്തെ ട്രയൽ എടുക്കാനോ ഏത് കേസ് നേരിടാനും ഐ എം പ്രിപ്പയർഡ് ടു ഫേസ് ഇറ്റ്. ഒരു തർക്കമില്ല. ഇത് ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഞാൻ എന്ത് വേണം? ഒന്ന് 2, ഗവൺമെൻറ് സ്ഥാപനത്തിൽ ഒരു ക്രമക്കേട് നടന്നു എന്നുള്ളത് ആരെ പരിശോധിക്കണ്ടേ? ആഡിറ്റേഴ്സ് ഉണ്ട്, സർക്കാർ ആഡിറ്റുണ്ട്, CAG ഉണ്ട്, ഉണ്ടോ ഇല്ലയോ? ഇതെല്ലാം ഇൻറ്റേർണൽ ആഡിറ്റുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഈ പരാതിക്കാരന് മനസ്സിലാവാഞ്ഞിട്ട് പരാതി കൊടുത്തുകൊണ്ടേയിരിക്കാം. പരാതിക്കാരൻ ആരാണെന്ന് ആരെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? വേണം. പരാതി കൊടുക്കുകയാണ് 10 വർഷം അല്ലെ 15 വർഷം ഒരാൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ ഞാനൊരു കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഒരു പെറ്റീഷൻ കൊടുത്തു. ഈ പരാതി കൊടുക്കുന്ന ആളിൻ്റെ സാമ്പത്തിക സ്രോതസ് ഒന്ന് അന്വേഷിക്കണം. ഒരു 3-4 മാസം കഴിഞ്ഞ് പോലീസ് സൂപ്രണ്ട് എനിക്ക് മറുപടി തന്നു. അറിയപ്പെടുന്ന 1 രൂപയുടെ വരുമാനം ഈ പെറ്റീഷൻ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ല. പിന്നെ അദ്ദേഹത്തിന് എങ്ങനെ സുപ്രീം കോടതി വരെ കേസ് കൊടുക്കാൻ പറ്റുന്നു? നിങ്ങൾ കോമൺ സെൻസ് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ ആരും അതിൻ്റെ ബില്ലുണ്ട്. ആരായിരിക്കും അതിന് ബില്ലെന്ന് നമുക്ക് ഗസ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. എങ്ങനെയാണ് ഈ വ്യക്തിക്ക് പിന്നെ കേരള ഹൈക്കോടതിയിൽ നിന്ന് നിരവധിയായ വർഷങ്ങൾ കേസ് നടത്തുന്നു, അതും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകുന്നത് 1 ലക്ഷം രൂപയൊക്കെ ഒരു സിറ്റിങ്ങിന് വാങ്ങിക്കുന്ന വക്കീലന്മാരാണ്. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ അദ്ദേഹം പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തനമല്ലേ ചോദിക്കേണ്ടത്? ഞാനിന്ന് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഈ ഒരു ഫ്രണ്ട് പേജ് വാർത്ത നമ്മളെക്കുറിച്ച് കൊടുക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ വീക്ഷണത്തിൽ ഞാൻ കാണുന്നത്, INTUC പ്രസിഡൻ്റായിട്ട് എനിക്ക് മുമ്പിരുന്ന 12 വർഷം ഇരുന്ന സുരേഷ് ബാബുവിൻ്റെ സമയത്ത് INTUCക്ക് ഒരു വാടകയ്ക്ക് എടുത്ത കെട്ടിടം ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അറ്റൻഡർ പണി ചെയ്യുന്ന ഒരു പയ്യനായിരുന്നു. അദ്ദേഹത്തിന് എന്നോട് ഈ വിരോധം വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അതെന്താണ് അദ്ദേഹം തന്നെ ഇങ്ങനെ പരാതി കൊടുക്കുന്നുള്ളതൊരു പ്രധാന പ്രശ്നമല്ലേ? സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണ്. സ്വന്തം പാളയമൊന്നും അല്ലല്ലോ. INTUC പ്രസിഡന്റ് 12 വർഷം ഇരിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ വെരിഫിക്കേഷനിൽ കേരളത്തിലെ INTUC സമ്പൂർണ്ണമായി പരാജയപ്പെടുന്നു. അയാളെ റിമൂവ് ചെയ്യുന്നു. ആര്? കേന്ദ്ര INTUC. അയാളെ റിമൂവ് ചെയ്തിട്ട് എന്നോട് ഏറ്റെടുക്കാൻ പറയുന്നു. അപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണോ അത്? അല്ലല്ലോ. ഞാൻ പ്രസിഡൻ്റായി വരുമ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാനായിട്ട് എനിക്കെതിരെ പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയോ? ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വൈരാഗ്യം ആകാനാണ് സാധ്യത, അല്ലാതെ വേറെ യാതൊരു തർക്കമില്ല ഞങ്ങൾ തമ്മിലൊന്നും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൊടുത്ത് അതിനാവശ്യമായിട്ടുള്ള മസാലകളെല്ലാം കൂട്ടി അതിനാവശ്യമായുള്ള സപ്പോർട്ടെല്ലാം വാങ്ങിച്ച് ആരോ പിന്നിലുണ്ട്. ഞാൻ എൻ്റെ ബലമായ വിശ്വാസം അത് ഞാൻ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഒരു കാലത്ത് കേരളത്തിലൊരു 4.5 ലക്ഷം വരെ കശുവണ്ടി തൊഴിലാളികളുണ്ടായിരുന്നു. അപ്പോൾ അത് ചുരുങ്ങി ഒരു 2 ലക്ഷത്തിൽ താഴെയായിട്ട് വരികയാണ്. 810 കമ്പനികളുണ്ടായിരുന്നു. അതിൽ 30 കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനിയായിട്ടുള്ളത്, കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അപ്പുറത്ത് ഒരു ഗവൺമെൻറ് സ്ഥാപനമുണ്ട്, 10 കമ്പനികൾ.
30, 10, 40 കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് പ്രൈവറ്റാണ്. ഇത് പണ്ട് മുതലേ തങ്ങളഞ്ഞൂർ മുസ്ലിയാരടക്കം വെണ്ടർ ഗ്രൂപ്പ് അടക്കം ഒരുപാട് വിദഗ്ധർ നടത്തിയിരുന്ന ഒരു മേഖലയാണ്. ലോകോത്തര നിലവാരമുള്ള ഏറ്റവും ടേസ്റ്റുള്ള കശുവണ്ടി പരിപ്പ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ പരിപ്പാണ്. അത് ചെയ്യാനുള്ള കരവിരുതുള്ളത് നമ്മുടെ കൊല്ലത്തെ തൊഴിലാളികൾക്കാണ്. അതിൽ വേൾഡ് ബ്രാൻഡിങ് ആണ്, ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണ്. ആ കശുവണ്ടി മേഖല മുഴുവൻ തകർത്ത് കേരളത്തിലുള്ള കമ്പനികളെല്ലാം കേരളത്തിന് പുറത്തേക്ക് മാറുന്നു. കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും വലിയ ലോബികൾ രൂപപ്പെടുന്നു. അവർ ഈ കശുവണ്ടി വികസന കോർപ്പറേഷനോ കാപ്പെക്സോ പൊതുമേഖലാ സ്ഥാപനം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നു. അത് നടന്നാൽ നമ്മളിവിടെ ESA കൊടുക്കും, നമ്മൾ പ്രൗഢമണ്ട് കൊടുക്കും, നമ്മൾ മാന്യമായ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള കൂലി കൊടുക്കും, IRC തീരുമാനപ്രകാരം നമ്മൾ അവിടെ ഹാജർ കൃത്യമായി കൊടുക്കും. ഇതൊക്കെ കൊടുക്കാതിരിക്കണമെങ്കിൽ ഇത് നടക്കാതിരിക്കണം. ഇത് നടക്കാതിരുന്ന അവർക്ക് ചീപ്പ് ലേബറിനെ കിട്ടും. ലോറി കയറ്റി ഇവിടുന്ന് കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുവച്ച് പണിയിക്കാം. യഥാർത്ഥത്തിലുള്ള ഒരു കേരളത്തിനകത്തുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷേ പുറത്ത് ഉള്ള വൻ മുതലാളിമാരാണ് ഇതുപോലുള്ള പെറ്റീഷൻ കൊടുക്കുന്നവനെ സമ്പത്ത് ഫീഡ് ചെയ്യുന്നതെന്ന് എനിക്കൊരു സംശയം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആരോപണം കൊടുക്കാനൊന്നും എനിക്ക് നേരമില്ല. നമുക്കിങ്ങനെ ഒരു 10-15 വർഷക്കാലം ഒരാൾ ഇങ്ങനെ പെറ്റീഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരെ മാധ്യമങ്ങൾ നിർവചിക്കുന്നത് എങ്ങനെയാണ്? വിവരാവകാശ പ്രവർത്തകൻ. വിവരാവകാശ പ്രവർത്തനം എന്ന് മാധ്യമം പറയണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾക്കെതിരെ അദ്ദേഹം വിവരാവകാശം കൊടുക്കണം. അങ്ങനെ കൊടുത്തതായിട്ട് എനിക്ക് അറിയില്ല ഒറ്റ സ്ഥാപനത്തിനെതിരെ. അപ്പോൾ സംബഡി ഈസ് ബിഹൈൻഡ് ഇറ്റ്. അത് സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ പ്രശ്നമൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ഇതിലെ ഒരു വിഷയം എന്ന് പറയുന്നത് 200 കോടിക്ക് മാത്രം പർച്ചേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് 500 കോടിയുടെ അല്ലെങ്കിൽ 2000 കോടിയുടെ അഴിമതിയാകുന്നത് എന്നൊരു ചോദ്യം ബാക്കിയാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ 200 കോടിയാണെങ്കിൽ പോലും ഇതിനകത്തെ അഴിമതി ഒരാൾക്കെതിരെ ആരോപിക്കുമ്പോൾ അയാളുടെ ഒരു പൊളിറ്റിക്കൽ നിൽക്കുന്നൊരു കരിയറിനെ കൂടിയല്ലേ ഇത് ബാധിക്കുന്നത്? അല്ല, അതായിരിക്കുമല്ലോ ഈ പെറ്റീഷൻ കൊടുക്കുന്നവരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ലക്ഷ്യം മാത്രമാണ്. പെറ്റീഷൻ കൊടുക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻഷൻ കാണുമല്ലോ. ഞാനത് നേരത്തെ പറഞ്ഞത്. ഇപ്പം ഞാനൊരാളിനെതിരെ പരാതി കൊടുക്കണമെങ്കിൽ ഒന്നിൽ എനിക്ക് ഒരു മെറ്റീരിയൽ ലോസ് ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്കൊരു മാനഹാനി ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറപ്പറബിൾ ആയിട്ടുള്ള ലോസ് ഉണ്ടാവണം. ഈ ഘട്ടത്തിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. ഈ വ്യക്തിക്ക് എന്തിൻ്റെ നഷ്ടത്തിൻ്റെ പേരിലാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കണ്ടേ ആരെയും? 1. 2, രാഹുൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഇത് ഒരു വ്യക്തിവൈരാഗ്യം കൊണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്ത് കളയാനായിട്ട് ശ്രമിച്ചാൽ അതിൻ്റെ നഷ്ടം ആർക്കാണ് വരുന്നത്? സർക്കാരായിരിക്കും വരാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കാണ് വരാൻ പോകുന്നത്. സർക്കാരിന് എന്ത് നഷ്ടം? സർക്കാർ വരും പോവും, അടുത്ത സർക്കാർ വരും. കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും അതുകൊണ്ട് ജീവിച്ചു പോകുന്ന തൊഴിലാളികളുടെ ഒരു മേഖല. ഇപ്പോൾ കശുവണ്ടി കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ടേഷൻ തൊഴിലാളികൾ, കശുവണ്ടി വറക്കുന്ന തൊഴിലാളികൾ, കശുവണ്ടി തല്ലുന്ന തൊഴിലാളികൾ, കശുവണ്ടിയുടെ ആ പരിപ്പെടുത്തിട്ട് പീൽ ചെയ്ത് വൃത്തിയാക്കുന്ന തൊഴിലാളികൾ, ഗ്രേഡ് ചെയ്യുന്ന തൊഴിലാളികൾ, എക്സ്പോർട്ട് ചെയ്യുന്ന മേഖലയിലുള്ള തൊഴിലാളികൾ, നാട്ടിൽ വിപണന മേഖലയിലെ കടകളൊക്കെ നടത്തുന്ന ആളുകൾ, എത്രായിരം പേരുടെ തൊഴിലാണ്. ആണോ അല്ലയോ? ഈ തൊഴിൽ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഈ സ്ഥാപനം ഒരു കളങ്കിത സ്ഥാപനമാക്കി മാറ്റാൻ ഒരാൾ തന്നെ പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരുന്നാൽ ഈ നാട്ടുകാരിത് കണ്ട് ആസ്വദിക്കുന്ന സ്ഥിതിയാണോ ഉണ്ടാകേണ്ടത്? മാധ്യമങ്ങൾ ഇത് ആസ്വദിക്കേണ്ടതാണോ? ഞാനൊരു കുറ്റാരോപിതനാകുമ്പോൾ എനിക്കെതിരെ ആരോപണം പറയുന്ന ആൾ കൂടി എന്താണെന്ന് അന്വേഷിക്കണ്ടേ? ഇതിനകത്ത് മറ്റൊരു വിഷയം വേണം. അല്ല, ഇതിനകത്ത് ഉന്നയിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പം 2000 കോടിയുടെ അഴിമതി ആരോപിക്കുമ്പോൾ 200 കോടി മാത്രമേ ചെയ്തിട്ടുള്ളെങ്കിൽ ഇതിൻ്റെ റിപ്പോർട്ട് CBI കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ കേസ് മുന്നോട്ട് പോകുന്നത്? ഈ കേസിൻ്റെ ഗതി ഇനി എന്തായിരിക്കും? അല്ല, കേസിൻ്റെ ഗതി ക്ലിയർ അല്ലയോ? 10 വർഷത്തെയാണ് ഇദ്ദേഹം ആവശ്യപ്പെട്ട അന്വേഷണം. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി ഏൽപ്പിച്ചു. അവർ അന്വേഷിച്ചു. അവരന്വേഷണം നടത്തിയിട്ട് അവരൊരു നിഗമനത്തിലെത്തി, റിപ്പോർട്ടിലെത്തി. ആ റിപ്പോർട്ടിൽ അഴിമതി പറയുന്നില്ല. ആ റിപ്പോർട്ടിൽ പറയുന്നത് സ്റ്റോർ പർച്ചേസ് മാനുവൽ കംപ്ലൈ ചെയ്തില്ല. അതിന് ഞാൻ മറുപടി പറഞ്ഞല്ലോ. സ്റ്റോർ പർച്ചേസ് മാനുവൽ എന്ന് പറഞ്ഞാൽ ദിസ് എ ബിഗ് പ്രോസസ്സ്. അത് ഓരോ സമയത്ത് ഇത് എടുത്തുകൊണ്ടിരിക്കാൻ തോട്ടണ്ടി വിദേശ രാജ്യങ്ങളിൽ പാകമാകുന്ന സമയത്ത് ഇവിടെ ഇത്തരം നിയമങ്ങളുമായിട്ടിരുന്നാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കമ്പനിക്ക് ഒരു ഫ്രീഡം വിത്ത് റെസ്പോൺസിബിലിറ്റി ഗവൺമെൻറ് ഉത്തരവുള്ളതാണ്. പിന്നെ 12 or 13 പേരുള്ള ബോർഡ്, ആ ബോർഡ് ഒന്നിച്ച് യുനാനിമസ് ആയിട്ടല്ല തീരുമാനം എടുത്തിട്ടില്ല. അതിൽ 2 ഗവൺമെൻറ് സെക്രട്ടറിമാർ ഇൻവോൾവാണ്. അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു ചെയർമാനോ അല്ലെങ്കിൽ ഒരു MD അല്ലെങ്കിൽ മറ്റൊരാളോ മാത്രമായിട്ട് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ അവരെല്ലാവരും ഇതിന് കുറ്റവാളികളായി ഇദ്ദേഹം പറയേണ്ടതല്ലേ? അതിൽ R. ചന്ദ്രശേഖരന് മാത്രം എന്താണ് പ്രസക്തിയുള്ളത്?
അവിടെയാണ് രാഹുൽ ചോദിച്ച പ്രശ്നം ആർക്കും ചോദിക്കാവുന്നത്. ആർ ചന്ദ്രശേഖരൻ മാത്രം എങ്ങനെയാണ് ഇതിനകത്തൊരു കുറ്റക്കാരനാകുന്നത്? പത്രങ്ങളിൽ ബ്രാൻഡ് ചെയ്യുന്നു, ചാനലുകൾ ചർച്ച ചെയ്യുന്നു, അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചല്ലോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം അതല്ലേ? ആണല്ലോ. അത് തന്നെയാണ് എൻ്റെയും പരാതി. എന്താണെങ്കിലും ആ ആളെ കണ്ടുപിടിക്കട്ടെ, അതിൻ്റെ ലക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മറ്റൊരു എപ്പിസോഡായിരിക്കും. താങ്ക് യു. താങ്ക് യു.